അപ്പോ ഇതിൽ ഏത് ടീമായിരിക്കും വിജയിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് ടൈ ബ്രേക്കർ എന്ന് പറയാൻ പറ്റില്ല, തേർഡ് റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. അപ്പോ ഈ തേർഡ് റൗണ്ടില് വീണ്ടും നമ്മൾ കോട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടി പോവാണ്, ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനൊരു ടോസ് ചെയ്യാൻ വേണമെങ്കിൽ ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. മാളൂട്ടിയെ കൊണ്ട് ഞാനൊരു ഫ്രഷ് കുസൃതി ചോദ്യം ചോദിപ്പിക്കും. അതിന് ഏത് ടീമാണോ ഉത്തരം പറയുന്നത് അവരിവിടെ വന്ന് കളിക്കും. തലകുത്തി നിന്നാൽ വലുതാവുന്നത് എന്ത്? ഇവിടെയാണ് ഏറ്റവും അധികം കൈവന്നത്. ചോദ്യം കഴിയുന്നതിന് മുമ്പ് ചോദ്യം കഴിയണം. ചോദ്യം കഴിഞ്ഞിട്ട് മാറ്റി പറയണം. പാനൽ സുമേഷ് ചേട്ടൻ, ഡയന ഈ സൈഡാണ് ഏറ്റവും അധികം കൈപൊന്തിച്ചത്. ഓക്കെ, ആൻസർ ശരിയാണോ എന്നുള്ളത് കുട്ടി പറയൂ കേട്ടോ. ഒന്നുകൂടെ ചോദ്യം പറയൂ. തലകുത്തി നിന്നാൽ വലുതാവുന്നത് എന്ത്? 6 ആണോ? 6. തലകുത്തി നിന്ന 9 ആവില്ലേ? അപ്പൊ വലുതാവില്ലേ? ദാറ്റ് മീൻസ് നിങ്ങൾ ഈ കോട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വെല്ലുവിളി ഇപ്പോഴും എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടും ടീമിന് ഒരു തവളച്ചാട്ടം പ്ലസ് ചാട്ടേടി. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഡയാന എത്ര പ്രാവശ്യം വേണമെങ്കിലും അതിട്ട് കാണിക്കും. പോട്ടെ. ഇല്ല, എനിക്കതല്ല, ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ട് പന്ത് പറക്കാൻ നടക്കാനുള്ളതെന്ന് ഓർക്കുമ്പോഴാണ്. ഐശ്വര്യ ചേഞ്ച്. ആ സുമേഷാണോടാ? ഈ ഗെയിം എവിടെ ചെന്നെത്തും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആട്ടോ. തയ്യല് നിൽക്കുക, ആർക്കും പോയിന്റ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരാൾ ഒരു പോയിന്റ് ഇടോ പ്ലീസ്. മക്കളെ, ഞാൻ അവിടെ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, അജീബ് ഷാ ചേഞ്ച്. ഇനി ബിനിച്ചേട്ടനും ജസീലയ്ക്കും വന്ന് ബോൾ ഇടാം. ഒരു ബോൾ ആരിടും? ജസ്റ്റ് 1 ബോൾ. ഗുഡ് ജോബ് ജിഷൻ ചേട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. സൂപ്പർ. കം ഓൺ. ഞാൻ തൊടിയിക്കില്ല. കുടിച്ചിരുത്താൻ പറ്റില്ല. അടുത്ത ബോൾ ആരിടും? 1 more ball. വീണ്ടും 2-2. കണ്ടിന്യൂ. ഓക്കെ, രണ്ടുപേരും ചേഞ്ച്. അടുത്ത 2 പേര്. ഒരെണ്ണം നിങ്ങൾ പ്ലേസ് ചെയ്താൽ ടൈ ആവും. നമ്മള് പോയിന്റ്സ് സ്കോർ ചെയ്യുമ്പോഴും നമ്മൾ ഏതൊരു റൗണ്ട് ആണെങ്കിലും ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ചേട്ടാ, ബിനിച്ചേട്ടന്റെ ടീമിലെ ആക്ച്വലി കുറച്ച് അധികം ഫൗളുകൾ ഉണ്ടായിരുന്നു. ശരിയല്ലേ? ഇത് ചെയ്യാൻ പറ്റും. എന്റെ പിള്ളേരൊക്കെ ചീത്ത പിള്ളേരത് ശരിയായി. അപ്പൊ എന്താ തവളച്ചാട്ടൻ ചേട്ടനാണോ? അയ്യോ, എന്റെ ടീം അപ്പഴല്ലേ. അപ്പോ ഓറഞ്ച് എങ്ങനെയാണെന്ന് കച്ചവടം ഉണ്ടായിരുന്നോ? ബസ് സ്റ്റാൻഡിൽ ആള് കുറവായിരുന്നല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ടെൻഷൻ അടിപ്പിക്കല്ലേ, വയസ്സും പ്രായമൊക്കെ ആയതാ. ബിനിച്ചേട്ടൻ നന്നായിട്ട് കളിക്കണം എന്ന് വിചാരിച്ചാലും ടീം മെമ്പേഴ്സിൽ ഒരാള് കളത്തരം കാണിച്ചാൽ മതി. അതായത് 3 ടച്ച് കൈകൊണ്ടാണെന്നാണ് ലൈക്ക് നമുക്ക് അവിടെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്ന എല്ലാ പാനലും പറയണേ.
അതാരാണ് അങ്ങനെ ഒരു കള്ളത്തരം? ഇതെന്താ എല്ലാരും ഇങ്ങോട്ടൊക്കെ തിരിച്ചു പോകുന്നത്? ഇവിടെ വല്ല കോഴി ബിരിയാണി കൊടുത്തിട്ടുണ്ടാ? അവനാണ് ഏറ്റവും നന്നായിട്ട് കളിച്ചവനാ. അവനാ കള്ളത്തരം കാണിച്ചത്. എന്റെ കൈയൊന്നും തട്ടിയില്ല കേട്ടോ. ഒരാള് ഫൗൾ പ്ലേ കളിച്ചാൽ മതി, അത് മൊത്തത്തിൽ നിങ്ങളുടെ ടീമിനെ ആയിരിക്കും എഫക്ട് ചെയ്യുന്നുണ്ടാവുക, ശരിയല്ലേ? പക്ഷേ എനിക്ക് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച ഒരാളാണ് ഈ ഒരു സംഗതി. സുമയും അസലായിട്ട് ഗെയിം കളിച്ചു. അപ്പോ സുമ ഇട്ടിട്ടുള്ള ഈ 2 പോയിന്റ് അത് റൈറ്റ് ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള പോയിന്റ് ആണ്. ഗുഡ് ജോബ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ നിങ്ങളുടെ ടീം ഒരാളും കള്ളത്തരം കാണിച്ചിട്ടില്ല. ഞങ്ങളെ തറവാട്ടിലായിരുന്നു. കാണിച്ചിട്ടില്ല. ഞങ്ങൾ കാണിച്ചിട്ടില്ല. അതെന്നെ വയറ്റാട്ടി വരുമായിരുന്നു അങ്ങോട്ട്. അല്ല, അപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ന്യൂ ഇയർ ആയിട്ട് എനിക്കൊന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ബിനിച്ചേട്ടനെ. പക്ഷേ എന്ത് ചെയ്യും? ഒച്ചക്കടിക്കാവോ? ഒന്നങ്ങനെ നീങ്ങി നിന്നാ നിങ്ങൾക്ക് അവിടെ നിന്ന് തവള ഇങ്ങനെ ചാടി വരാനായിട്ട് ലൈക്ക് എളുപ്പമായിരിക്കും. തവളെ അല്ല, അനുവാ. അങ്ങ് പറയുന്ന കേട്ട ഉടൻ തന്നെ അങ്ങ് കെട്ടിപ്പുറക്കി തവള ചാടാൻ പോവാ. ശരി, ബിനിച്ചേട്ടന്റെ ടീമിന് ഈ സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഞാൻ പ്ലേ ചെയ്ത് കൊടുക്കാം. എടാ തുള്ളാൻ സൂക്ഷിക്ക, പക്ഷേ പറയും. എടാ ജിഷിനെ, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ? എടാ ആറ്റത്ത് പോയി നിൽക്കൂ. മാറാ. കൂടെ തുള്ള വരുമ്പോ ഒരിക്കലും കൂടെ തുള്ളാതിരിക്കുക എന്നുള്ള ഒരു ലെസൺ നമ്മൾ ഇത് നിങ്ങളിലേക്കും കൂടെ വെച്ചുകൊണ്ട് കൺഗ്രാറ്റുലേഷൻസ് ടു സുമ ആൻഡ് തങ്കു ആൻഡ് ടീം. ഒരിക്കലുമല്ല, കൺഗ്രാറ്റുലേഷൻസ് ടു ബിനു അടിമാലി ആൻഡ് ടീം. കാരണം പക്ഷേ ഇല്ലല്ലോ. ഇല്ല, പക്ഷേ ഒരു പച്ച ഉണ്ടാടാ. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇത്ര നാളും വിജയശ്രീ ലാളിതരായിട്ട് നിങ്ങളെ പുച്ഛിച്ചുകൊണ്ടിരുന്നിരുന്ന കുറച്ച് പേരില്ലേ, അവരെങ്ങനെ തവളച്ചാട്ടം ചാടും? ഇനിയിപ്പോ അത് കാണിച്ചു കൊടുക്കാൻ വേണോ? ഇപ്പോഴും ഞങ്ങൾ തന്നെയല്ലേ എന്നാണ് ഉദ്ദേശിക്കണത്. അല്ല, മ്യൂസിക്കില്ലല്ല. മ്യൂസിക് ഉണ്ടെങ്കിലോ വിശ്വസിക്കും. എടാ ജിഷിനെ, അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ആ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെ തവളച്ചാട്ടം ചാടിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് അങ്ങനെ തീരണ്ട. വേണ്ട, മ്യൂസിക് ഇങ്ങനെ പോട്ടെ. നിങ്ങളൊന്ന് അങ്ങോട്ട് നീങ്ങിയിരിക്കോ? ഞാനൊന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒന്ന് അങ്ങോട്ട് നീങ്ങി നിക്കോ. 3 പ്രാവശ്യം കൈ കൊണ്ട് തട്ടിയിട്ടുള്ള വിവരം പറഞ്ഞായിരുന്നു. അതിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ പറഞ്ഞില്ല. ഡെഫിനിഷൻ ഞാൻ പറഞ്ഞാ മതിയോ? നമ്മള് ടച്ച് ചെയ്യുമ്പോ കൈ കൊണ്ടല്ലേ ടച്ച് ചെയ്യാ. അതെ. അതിപ്പോ 3 തവണയാണെങ്കിലും 4 തവണയാണെങ്കിലും കൈ കൊണ്ടല്ലേ ടച്ച് ചെയ്യാ. ഞാൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. 2024 അടുക്ക് നിന്നുള്ള കോമഡി. ശരി, അപ്പൊ എന്തായാലും ഇനി തവളച്ചാട്ടം നമ്മൾ ചാടാൻ പോവാണ്. ഈ തവളച്ചാട്ടം ചാടുന്നത് ഇവിടുന്ന് ഇവിടേക്കല്ല, ഇവിടുന്ന് ഇവിടേക്കാണ്. ആര് ഇടയ്ക്ക് പക്ഷേ വരൂടാ, തുള്ളണ്ട.